ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, ഇപ്പോൾ ഇവിടെ നമ്മളോട് സംസാരിച്ച അഭിനന്ദനായ ടി മുഹമ്മദ് ബഷീർ MP, ഈ വേദിയിൽ സംബന്ധിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്സിൻ്റെ ഭാഗമായി ഈ 2 ദിവസത്തെ ദേശീയ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ അല്പം മുമ്പ് ഉദ്ഘാടകനായ അഭിവന്ദനായ സാദിഖ് അലി തങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ശരീരനായ CH-നെയാണ്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ CH-ൻ്റെ നാമത്തിലുള്ള ഒരു ചെയർ വളരെ കൃത്യമായ ഇടപെടലുകളോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. സാർത്ഥകമായ അത്തരത്തിലുള്ള ഇടപെടലുകളുടെ പരമ്പരയിൽ ഏറ്റവും പുതിയത് എന്ന നിലയിലാണ് ഞാൻ ഈ ദേശീയ സെമിനാറിനെ നോക്കിക്കാണുന്നത്. അതോടൊപ്പം ഇന്ന് രാജ്യം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ആശയമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ പ്രമേയത്തോടുള്ള എൻ്റെ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്തായ വാഗ്ദത്തങ്ങൾ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അതേതെങ്കിലും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല. 140 കോടി ഇന്ത്യൻ പൗരന്മാരും ഒരുമിച്ച് ഉത്തരം തേടേണ്ടുന്ന, ഉത്തരം ഉറപ്പിച്ചെടുക്കേണ്ടുന്ന ഒന്നാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ തുടക്കത്തിൽ ഡോക്ടർ മോഹൻ ഗോപാൽ സാറിൻ്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രഭാഷണം, അതിൻ്റെ അവസാന ഭാഗമാണെങ്കിലും നിങ്ങളോടൊപ്പം ഇരുന്ന് ഞാനും കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു ആശയം എനിക്ക് വലിയ ആകർഷകമായി തോന്നി. കാരണം ഈ ഷെയർഡ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആശയം, അതോടൊപ്പം തുല്യ പൗരത്വം എന്ന് പറയുന്ന ആശയം, അത് ഇന്ത്യക്ക് 1950 മുമ്പ് അങ്ങനെ അധികം പരിചിതമായിരുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ കൃത്യമാണ്. 1950 എന്നുള്ളൊരു കട്ട് ഓഫ് ഡേറ്റ് ഞാൻ വെക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ എത്രയോ നൂറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആധുനിക കാലത്ത് മാത്രം ഇന്ത്യക്ക് പരിചിതമായ ഒരു ആശയമാണ് തുല്യ പൗരത്വവും തുല്യ മനുഷ്യാവകാശങ്ങളും തുല്യ അന്തസ്സും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ഇടവരുത്തിയത് ഇന്ത്യയുടെ മഹത്തായ ദേശീയ പ്രസ്ഥാനമാണ്, സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമാണ്. എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായി ആശയപരമായി ഒരു യോജിപ്പുമില്ലാത്ത ആളുകളുടെ കരങ്ങളിലേക്ക് ആവർത്തിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരം ചെന്നെത്തുമ്പോഴാണ് ആ അടിസ്ഥാന മൂല്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വണ്ണം വെല്ലുവിളിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമായി നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ, പ്രിയാമ്പിളിൽ തന്നെ സൂചിപ്പിക്കുന്ന 2 വാക്കുകൾ അതെനിക്ക് എപ്പോഴും വലിയ കൗതുകമുള്ളതാണ്, താല്പര്യമുള്ളതാണ്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്ന്, ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയമാണ്. ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റിസ്, നീതി എന്ന് പറയുന്നത് കേവലമായിട്ടൊരു ആശയമായിട്ടല്ല, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു തീമായിട്ടല്ല മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ 3 അടരുകളെക്കുറിച്ച്, 3 തലങ്ങളെക്കുറിച്ച്, അത് ഏതെല്ലാം തരത്തിലാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്.
ആ ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആയിരിക്കണം, ഇക്കണോമിക് ജസ്റ്റിസ് ആയിരിക്കണം, സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കണം. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള ആ നീതി സങ്കല്പങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ രാഷ്ട്രീയ നീതി, രാഷ്ട്രീയ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരമായി മാറുന്നത്. ഭരണഘടനാ സൃഷ്ടാവ് മഹാനായ BR അംബേദ്കർ അത് വളരെ കൃത്യമായിട്ട് പല അവസരങ്ങളിലായിട്ട് പറയാറുണ്ട്. അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ്, ആശയമാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അന്തസ്സ്. ഈ അന്തസ്സ് എന്ന് പറയുന്ന സങ്കല്പവും മോഹൻഗോപാൽ സാർ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണാൻ സാധിക്കാതെ പല തട്ടുകളിലായി കാണുകയും ആ ശ്രേണീ വ്യവസ്ഥ അലംഘനീയമാണ് എന്ന് വിശ്വസിക്കുകയും അത് അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അക്രമോത്സുകമായി ഇടപെടുകയും ചെയ്ത നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. അവിടെയാണ് മനുഷ്യ അന്തസ്സിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന ചില വാഗ്ദത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ള മറ്റൊരു വാക്കാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന വാക്ക്. നിങ്ങളിവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഷെയർഡ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആശയം, മനുഷ്യർ ഒന്നാണ് എന്ന സാഹോദര്യത്തിൻ്റെ സങ്കല്പം, ഇസ്ലാമൊക്കെ വലിയ രീതിയിൽ ആ ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ സാഹോദര്യമില്ലാതാകുമ്പോഴാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള വിഭാഗീയതകളും ഭിന്നതകളും വിദ്വേഷ പ്രകടനങ്ങളും എല്ലാ സീമകളും ലംഘിച്ച് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഭരണഘടനാ വാഗ്ദത്തങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങൾക്ക് നമുക്ക് അടിവരയിടേണ്ടതായിട്ടുണ്ട്, മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മുഴുവൻ ഇന്ത്യക്കാരും തമ്മിൽ ഉപാധികളില്ലാത്ത സാഹോദര്യം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആശയപരമായ ചർച്ചകൾക്ക് ഈ വേദി ഉപകാരപ്പെടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാൻ വളരെ ദീർഘമായിട്ട് ഇവിടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അല്പം മുമ്പ് ശ്രീ അബ്ദുറഹ്മാൻ IPSൻ്റെ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതിൽ പറയുന്ന ആശയവും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ സെഷൻ വരാനിരിക്കുകയാണ്. ആബ്സെൻറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് പവർ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ഗെറ്റോയിസേഷൻ. ഒരു വലിയ പുറന്തള്ളൽ സംഘപരിവാറിൻ്റെ ഈ ആശയശക്തി വർദ്ധിക്കുന്നതോടെ നമുക്ക് ദൈനംദിനമായി അനുഭവപ്പെടുകയാണ്. സംഘപ്രഭാവം എന്നാണ് അവർ വിളിക്കാറുള്ളത്. അവരുടെ തന്നെ ലക്ഷ്യമായി അവർ പലപ്പോഴും നിർവചിക്കാറുള്ളത് സംഘബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആളുടെ എണ്ണം കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ശാഖകളുടെ എണ്ണം കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ സംഘബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, സംഘപ്രഭാവം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സംഘടനയിലാവട്ടെ, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, പക്ഷേ ഞങ്ങളുടെ ആശയങ്ങൾ മെല്ലെ മെല്ലെ സ്വീകരിച്ചാൽ മതി. ആ ആശയം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പോലും ഉണ്ട് എന്നതാണ് നേരത്തെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചത്. അയോധ്യ കേസിലെ വിധിയടക്കം നമ്മെ ഏതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും നീതിപരമായ ഒരു വിധി ആയിരുന്നില്ല അത് എന്നും, ഒരു ഒത്തുതീർപ്പ് അടിച്ചേൽപ്പിക്കാൻ എന്ന വ്യാജേന അനീതിയുടെ നടപ്പാക്കലായിരുന്നു അത് എന്നുള്ളത് നമ്മുടെ എല്ലാം മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ എക്സ്ക്ലൂഷനാണ്, പുറന്തള്ളലാണ്. അദ്ദേഹം ഒളിഗാർക്കി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു സവർണ ഒളിഗാർക്കി എന്ന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ ചൂണ്ടി നമുക്ക് വളരെ കൃത്യമായി ആരോപിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും കൃത്യമായി പറയാൻ സാധിക്കുക ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട നമ്മുടെ MP ശ്രീ ഹാരിസ് ബീരാൻ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം രാജ്യസഭയിൽ അംഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യസഭ അധ്യക്ഷന് മുമ്പാകെ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. 2023 133 റിപ്പോർട്ട് എന്നോ മറ്റോ ആണ്. ജുഡീഷ്യൽ റിഫോംസിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്.
അതിൽ കഴിഞ്ഞ 2018 മുതൽ 2023 വരെയുള്ള 5 വർഷങ്ങളിൽ ഇന്ത്യയുടെ ഹയർ ജുഡീഷ്യറിയിലേക്ക് നടന്ന അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണം, അത് ഏതെല്ലാം വിഭാഗങ്ങളിൽ നിന്ന്, സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജഡ്ജിമാർ കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കണക്ക് ഏതാണ്ട് ഞാൻ ഇവിടെ വായിക്കാം. 2018 മുതൽ 2023 വരെ 601 ജഡ്ജിമാരെയാണ് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലുമായിട്ട് നിയമിച്ചത്. അതിൽ 457 ആളുകൾ സവർണ സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ്, 76%. SC വിഭാഗത്തിൽ നിന്ന് വെറും 18 ജഡ്ജിമാരാണ് ഈ കാലയളവിലുണ്ടായത്, അതായത് വെറും 3%. ST വിഭാഗത്തിൽ നിന്ന് 9 ജഡ്ജിമാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 1.5%. OBC വിഭാഗങ്ങളിൽ നിന്ന് മൊത്തമായി 72 ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്, അതായത് 12%. OBC കമ്മ്യൂണിറ്റീസ് എല്ലാം കൂടി ചേർത്താൽ ഏതാണ്ട് ജനസംഖ്യയുടെ 70% വരും എന്നറിയാം. വെറും 12% മാത്രമാണ് അതിൽ നിന്ന് ജഡ്ജിമാരുണ്ടാകുന്നത്. സ്ത്രീകൾ 91 ജഡ്ജിമാരാണുള്ളത്, വെറും 15%. മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖ് മതക്കാരും ജൈന മതക്കാരും പാഴ്സി മതക്കാരും യഹൂദ മതക്കാരും അടക്കമുള്ള എല്ലാ മൈനോറിറ്റികളിൽ നിന്നും കൂടി വെറും 32 പേരാണ്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം എക്സ്ക്ലൂസിവിസ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി മുന്നോട്ട് പോകുന്നത് എന്ന് പാർലമെൻറ്റ് സമിതി തന്നെ കണ്ടെത്തിയ BJPയുടെ MP ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും ഈ എക്സ്ക്ലൂഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തെ എക്സ്ക്ലൂഷനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുക. ഇപ്പോൾ UP ഒറ്റ മുസ്ലിം MLA ഇല്ല, MLA പോയിട്ട് സ്ഥാനാർത്ഥി പോലും ഇല്ല BJPക്ക്. ഈ തവണ മാത്രമല്ല, കഴിഞ്ഞ 2 തവണയും അങ്ങനെ തന്നെയാണ്. ഗുജറാത്തിലും അങ്ങനെ തന്നെയാണ്. ലോക്സഭയിൽ BJPക്ക് ഒരൊറ്റ മുസ്ലിം MP പോലുമില്ല. ഇന്ത്യൻ ക്യാബിനറ്റിൽ ഒറ്റ മന്ത്രി പോലുമില്ല. ഇങ്ങനെ ഓരോ മേഖലയിൽ നിന്നും, അത് എക്സിക്യൂട്ടീവ് ആവട്ടെ, ലെജിസ്ലേച്ചർ ആവട്ടെ, ഏറ്റവും പരമപ്രധാനമായി നോക്കുമ്പോൾ ജുഡീഷ്യറി ആവട്ടെ, ഇത്രയും വലിയ ഒരു പുറന്തള്ളൽ വളരെ സിസ്റ്റമിക്കായി ആസൂത്രിതമായി ഘടനാപരമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളതിൻ്റെ അനീതിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻ ഗോപാൽ സാർ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷവും ആവേശവും നൽകുന്നൊരു കാര്യമാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ്. ഒരുപക്ഷെ നമ്മൾ കിട്ടുന്ന ഓരോ അവസരത്തിലും ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഈ പുറന്തള്ളലും പ്രാതിനിധ്യക്കുറവും നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ എൻ്റെ പാർട്ടി എന്നുള്ളതിൽ ഞാൻ അഭിമാനത്തോടു കൂടി ഇവിടെ പറയാനും ആഗ്രഹിക്കുകയാണ്. ഈ സാമൂഹ്യനീതിയുടെ ആശയത്തെ ഇന്ന് ഏറ്റവും ആർജവത്തോടുകൂടി ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുന്ന രാഷ്ട്രീയ നേതാവ്, നമ്മുടെ അഭിമാനമായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടിയന്തരമായി കാസ്റ്റ് സെൻസസ് നടത്തണം, അടിയന്തരമായി എണ്ണം എടുക്കണം. ആ എണ്ണം എടുത്താലാണ് എത്രത്തോളം അട്ടിമറിയാണ്, എത്രത്തോളം പ്രാതിനിധ്യക്കുറവാണ്, എത്രത്തോളം അനീതിയാണ്, എത്രത്തോളം വലിയ പുറന്തള്ളലാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ തിരുത്തലിന് വേണ്ടിയുള്ള ശബ്ദം നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ കണക്കില്ലാത്തത് കൊണ്ടാണ് പല അവകാശവാദങ്ങൾ വരുന്നത്. ആ അവകാശവാദങ്ങളുടെ മറ പിടിച്ചുകൊണ്ടാണ് EWS അടക്കമുള്ള സംവരണ അട്ടിമറികൾ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ സംഘപരിവാർ പോലും അറച്ചു നിന്നിരുന്ന സമയത്ത് ആ സംവരണം ആദ്യമായി നടപ്പാക്കിയത് കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM സർക്കാരാണ് എന്നുള്ളതും സാന്ദർഭികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എവിടെയാണ്? അല്ലെങ്കിൽ തന്നെ 90%-ലേറെ സവർണ സാന്നിധ്യമുള്ള ദേവസ്വം ബോർഡുകളിലാണ് പിന്നെയും സംവരണം ആദ്യം നടപ്പാക്കിയത്. ഈ ഭരണഘടനാ ഭേദഗതിയും അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഇതൊരു അജണ്ടയായി BJP എടുക്കുന്നതിന് മുൻപ് അവർക്ക് വഴികാട്ടുന്ന ഒരു സമീപനം സ്വീകരിച്ചത് ഇവിടെ കേരളത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലുള്ള അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനം, വഞ്ചനാത്മകമായിട്ടുള്ള സമീപനം
ഇതൊരു ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ വേദി അല്ലെങ്കിലും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന അഭ്യർത്ഥന. സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ, വെറുപ്പിൻ്റെ വ്യാപാരികളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ആളുകളെ, ഈ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ചും ഈ മലബാർ പ്രദേശത്തെക്കുറിച്ചുമൊക്കെ സംഘപരിവാറിന് വളക്കൂറാകുന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളായി സ്വയം മാറുന്ന ആളുകളെ തോളത്ത് കൈയിട്ടുകൊണ്ടും ഔദ്യോഗിക വാഹനത്തിൽ തൊട്ടടുത്ത സീറ്റിലിരുത്തിക്കൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ അവർക്ക് നൽകുന്ന ആ എൻഡോഴ്സ്മെൻറ്റ്, അവർക്ക് നൽകുന്ന ആ സ്വീകാര്യത, അത് എത്രത്തോളം മനുഷ്യവിരുദ്ധമാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ആശയപരിസരങ്ങൾ അക്കാദമിക്കായി ചർച്ച ചെയ്യാൻ ഈ വേദി ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ മനോഹരമായ ഒരു സെമിനാർ സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ ചെയറിന്, അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾക്ക്, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സുബൈറും ആബിദ ഫാറൂഖി അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.